നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും മകൾക്കുമെതിരെ ശക്തമായ കുരുക്കുകളാണ് വീണുകൊണ്ടിരിക്കുന്നത്. അതിൽ കുടുങ്ങുമോ എന്നത് മാത്രമാണ് സംശയം. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബും ഷോൺ ജോർജും. മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് തന്നെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രി അകത്താക്കുമെന്ന് സാബു എം ജേക്കബ് വെല്ലുവിളിച്ചു. കിഴക്കമ്പലത്ത് നടന്ന 2020 പാർട്ടിയുടെ മഹാസംഗമത്തിലാണ് സാബുവിന്റെ ഈ വെല്ലുവിളി. തന്റെ കയ്യിലുള്ള തെളിവുകൾ ആറ്റം ബോംബാണ്. മുഖ്യമന്ത്രിയുടെ എല്ലാ പരിപാടികളും തനിക്കറിയാം. അതുകൊണ്ട് തന്നെ എതിർക്കുന്ന MLA-യും പാർട്ടി പ്രവർത്തകരും സൂക്ഷിക്കണമെന്നും സാബു എം ജേക്കബ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനെതിരായ KSIDC ഹർജിയിൽ കക്ഷി ചേരാൻ BJP നേതാവ് ഷോൺ ജോർജ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് അപേക്ഷയും നൽകി. KSIDCക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് തന്റെ പരാതിയിലാണെന്നും വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ കൂടി കേൾക്കണമെന്നും അപേക്ഷയിൽ ഷോൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതും അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഷോൺ ജോർജിന്റെ അപേക്ഷ തിങ്കളാഴ്ച KSIDCയുടെ ഹർജിയോടൊപ്പം കോടതി പരിഗണിക്കും. SFIO അന്വേഷണത്തിൽ അടിയന്തര സ്റ്റേ വേണമെന്ന് KSIDCയുടെ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് KSIDC വാദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി CMRL-ഉം തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് പരാതി നൽകിയത് ഷോൺ ജോർജ് ആണ്. സാമ്പത്തിക ഇടപാടുകൾ SFIO അന്വേഷിക്കണമെന്ന് ഇന്ത്യ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അന്വേഷണം നടക്കാത്തത് കൊണ്ടാണ് ഷോൺ പരാതി നൽകിയത്. കുറച്ചു ദിവസം മുന്നേ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് കനേഡിയൻ കമ്പനിയുണ്ടെന്ന ആരോപണം ഉന്നയിച്ചുവെന്ന പേരിൽ BJP നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജിനെതിരെ പോലീസ് കേസെടുത്തത്. വീണ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കനേഡിയൻ കമ്പനിയുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രതികരണവുമായി ഷോൺ ജോർജ് രംഗത്ത് വന്നിരുന്നു. ഏതായാലും ഇതോടെ സാബു ജേക്കബും PC ജോർജ് ലെവലിലേക്ക് താഴ്ന്നു എന്നതാണ് വാസ്തവം. EDക്കും SFIOയ്ക്കും നട്ടലുണ്ടെങ്കിൽ സാബുവിൽ നിന്ന് ആ ആറ്റം ബോംബ് പിടിച്ചെടുക്കട്ടെ. അതുപോലെ ഷോൺ ജോർജ്, സാബു ജേക്കബ്, മാത്യു കുഴൽനാടൻ, മറുനാടൻ, വിവിധ ചാനലുകൾ കൂടാതെ ജയശങ്കർ, കമാൽ പാഷ തുടങ്ങി അതിപ്രഗത്ഭരുടെ ഒരു നിര തന്നെ പിണറായിയുടെയും മകളുടെയും അഴിമതികൾ അക്കമിട്ട് നിരത്തിയിട്ടും ഒന്നും സംഭവിക്കാത്തത് കേന്ദ്ര സംസ്ഥാന കുറ്റാന്വേഷണ ഏജൻസികൾ മനഃപൂർവ്വം ഇവരെ സംരക്ഷിച്ച് നിർത്തുന്നത് കൊണ്ടല്ലേ എന്ന് വേണമെങ്കിലും ചോദിക്കാവുന്നതല്ലേ ഉള്ളൂ.